കോമ്പാക്ട് SUV-കൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിക്കുന്നത് ഫോർഡിന്റെ എക്കോസ്പോർട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്താണ്. എന്നാൽ എക്കോസ്പോർട്ടിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് 2016 മാരുതി സുസുക്കിയുടെ വിറ്റാര ബ്രസ ലോഞ്ച് ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയിലെ നമ്പർ 1 ഹോട്ട് സെല്ലിംഗ് കോമ്പാക്ട് SUV ആയി നിൽക്കുന്ന വാഹനമാണ് മാരുതി വിറ്റാര ബ്രസ. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും മാരുതി സുസുക്കി വിറ്റാര ബ്രസയിൽ വന്നിട്ടുണ്ട്. ആദ്യം ഇറങ്ങിയ 1.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ മാറി, അതിനുശേഷം 1.5 ലിറ്റർ പെട്രോൾ കൊണ്ടുവന്നു, അവിടെ ഒരു ഫേസ് ലിഫ്റ്റും കൊണ്ടുവന്നു. എന്നാൽ അതിനൊക്കെ ശേഷം 2022 ഏറ്റവും പുതിയ ബ്രസ അവതരിപ്പിച്ചിരിക്കുകയാണ്. 1.5 ലിറ്റർ പെട്രോൾ തന്നെയാണ്, പക്ഷെ ഇവിടെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇനി മുതൽ വിറ്റാര ബ്രസ എന്ന ബാഡ്ജിങ് ഉണ്ടാവില്ല, പകരം മാരുതി സുസുക്കി ബ്രസ മാത്രമേ ഉള്ളൂ. സോ മാരുതി സുസുക്കി ബ്രസ 2022 ഫ്രണ്ട് ഡിസൈൻ പാറ്റേണിൽ തന്നെ കാര്യമായ മാറ്റങ്ങളോടെയാണ് പുതിയ വിറ്റാര ബ്രസ അവതരിച്ചിരിക്കുന്നത്. ഹെഡ്ലാമ്പിന്റെ യൂണിറ്റിൽ തന്നെ നോക്കുമ്പോൾ നല്ല രീതിയിൽ ആ ചേഞ്ചസ് നമുക്ക് കാണാനും സാധിക്കും. LED DRLസിന്റെ ആ ഒരു ഡിസൈൻ തന്നെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ആക്ച്വലി ഒരു സ്പ്ലിറ്റ് LED DRLs എന്ന രീതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്യുവൽ LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റ് ആക്ച്വലി തൊട്ട് മുന്നത്തെ ബ്രസയിലും ഇതുപോലെ തന്നെയാണ് നൽകിയിരുന്നത്, പക്ഷേ ആ സ്ട്രക്ചറിൽ നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു ഫ്രണ്ട് ഗ്രില്ലും പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അതും കംപ്ലീറ്റ് ആയിട്ട് റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. സുസുക്കി ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. 2 ചെറിയ ക്രോം ഇൻസേർട്സും കാണാനായിട്ട് സാധിക്കും. ഓവറോൾ ആ ഒരു വാഹനത്തിന്റെ ഹെഡ് ലാമ്പ് ഗ്രിൽ അതൊരു ഒഴുക്കിൽ തന്നെ നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാംപ്സ് കാണാൻ പറ്റും. ഫോഗ് ലാംപ്സ് വൈറ്റ് LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. തൊട്ട് മുന്നത്തെ ബ്രസയിൽ വന്ന അതേ ഒരു മോഡലിൽ തന്നെയാണ് ഫോഗ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ട്രിപ്പിൾ ടോൺ ഫ്രണ്ട് ബമ്പറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റെഡ്, ബ്ലാക്ക് ആൻഡ് സിൽവർ എന്നുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് ഫ്രണ്ട് ബമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലോട്ട് നോക്കുമ്പോൾ ദൂരക്കാഴ്ചയിൽ നമുക്കിത് പഴയ ബ്രസയുമായിട്ട് കുറേയൊക്കെ മാച്ചിങ് ആയിട്ട് തോന്നുമെങ്കിലും ഒന്ന് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. അതിൽ ആദ്യത്തെ ചേഞ്ച് ആണ് ആ കാണുന്ന അലോയ് വീൽസ്. ആക്ച്വലി ഇതൊരു ZXi വേരിയന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പാറ്റേണിൽ അലോയ് വീൽസ് വന്നിരിക്കുന്നത്. ZXi പ്ലസ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ മറ്റൊരു ഡിസൈനിലുള്ള അലോയ് വീൽസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ സൈഡിൽ ക്യാരക്ടർ ലൈൻസ് കാണാനായിട്ട് സാധിക്കും. വീൽ ആർച്ചിന് മേളിലായിട്ടൊരു ചെറിയ ക്യാരക്ടർ ലൈൻ പോകുന്നുണ്ട്. അത് പിന്നെ താഴെ വന്ന് എൻഡ് ആയി കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ വീൽ ആർച്ചിനോടൊപ്പമാണ് ആ ഒരു ക്യാരക്ടർ ലൈൻ പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് നല്ല രീതിയിൽ ഈ വാഹനത്തിന് ഒരു മസിൽ ഫീൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ക്വാർട്ടർ ഗ്ലാസിന്റെ ഡിസൈൻ നോക്കിയാലും അവിടെയും നല്ല രീതിയിൽ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് മാരുതി ഇത്തവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടോൺ കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് റൂഫിന് നല്ല രീതിയിൽ മാച്ചിങ് ആകുന്ന തരത്തിലാണ് ഇതിന്റെ റൂഫ് റെയിൽ ഡിസൈൻ നൽകിയിരിക്കുന്നത്. ഒരു ക്രോം കളർ കോമ്പിനേഷൻ ആക്ച്വലി നല്ലൊരു പ്രീമിയം ഫീൽ ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. അതിന് മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷാർക്ക് ഫിൻ ആന്റിനെയും കാണാൻ സാധിക്കും. മാരുതി സുസുക്കിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് സൺറൂഫ് അവതരിച്ചിരിക്കുന്നത് ഒരു മൂൺ റൂഫ് എന്നുള്ള രീതിയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സൺറൂഫ് നമുക്ക് അകത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ വെച്ച് കുറച്ചുകൂടി നീറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിൽ നോക്കുമ്പോൾ സ്മാർട്ട് ബട്ടണൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇത് ആക്ച്വലി സ്മാർട്ട് കീ വരുന്ന എല്ലാ വാഹനങ്ങളിലും അവൈലബിൾ ആണ്. പക്ഷേ എങ്കിൽ പോലും ഇത് ഞാനിന്ന് എടുത്ത് പറയാനായിട്ട് കാരണം എനിക്ക് ഈ ഒരു ബ്രസയുടെ കീ ആക്ച്വലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ മാരുതി സുസുക്കി വാഹനങ്ങളിൽ കാണും പോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ബാക്ക് പോർഷനിൽ ആ ഒരു സുസുക്കിയുടെ ബാഡ്ജിങ്ങും ആ ഒരു ബ്ലൂ കളർ കോമ്പിനേഷനും കൂടി നൽകിയപ്പോൾ വാഹനത്തിൻ്റെ കീന് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീല് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇത് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു നോർമൽ മാരുതി തന്നെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ബീപ്പ് സൗണ്ടും കേൾക്കാനായിട്ട് സാധിക്കും. ആക്ച്വലി സൗണ്ട് നമുക്ക് മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനും പറ്റും. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് പോയി നോക്കിയാൽ മതി. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ഡിസൈനും കൂടി ഒന്ന് നോക്കാം അല്ലേ. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി മുതൽ വിറ്റാര ബ്രസ എന്ന ബാഡ്ജിങ് വരില്ല. ബിക്കോസ് ഇനി മുതൽ ഈ ഒരു വാഹനം അറിയപ്പെടുന്നത് ബ്രസ എന്നാണ്. ഇതിന് തൊട്ട് മുന്നേ വന്ന ഫേസ് ലിഫ്റ്റിൽ തന്നെ മാരുതി അനൗൺസ് ചെയ്തിരുന്നു ഇനി മുതൽ വിറ്റാര ബ്രസ എന്നൊരു ബാഡ്ജിങ് ഇല്ല, പകരം ബ്രസ എന്ന രീതിയിലായിരിക്കും ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാമെന്ന്. ഈ ഒരു ZXi വേരിയന്റിന്റെ ബാക്ക് ഡിസൈനിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈപ്പർ വാഷർ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് കാണാനായിട്ട് സാധിക്കും. വൈപ്പറിന് താഴെയായിട്ട് സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്രസ എന്ന ഒരു ക്രോം ബാഡ്ജിങ്ങും കാണാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ്ലി റീസ്ട്രക്ചർ ചെയ്ത് വന്നിരിക്കുന്ന ഒരു റിയർ ടെയിൽ ലാമ്പ് ഡിസൈൻ കാണാൻ പറ്റും. അതും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരു LED DRLസോട് കൂടിയിട്ടാണ് നൽകിയിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ഫീല് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിന് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ക്യാമറയുടെ പൊസിഷനിങ് എല്ലാം തന്നെ നമ്പർ പ്ലേറ്റിന് തൊട്ട് മേളിലായിട്ടാണ് ഇപ്പോൾ വരുന്ന ഒരുവിധ വാഹനങ്ങളിലെല്ലാം തന്നെ കാണുന്ന അതേ രീതിയിലൊരു പൊസിഷനിങ് ആണ് കാണാൻ പറ്റുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സ്മാർട്ട് ബട്ടണും കാണാനായിട്ട് സാധിക്കും. പിന്നെ ബാക്ക് സൈഡിൽ സെൻസർ ഉണ്ട്. ബാക്കിലും അതുപോലെ തന്നെ ഒരു ഡ്യുവൽ ടോൺ കോമ്പിനേഷനിലാണ് ബമ്പർ നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് സിൽവർ എന്നൊരു കോമ്പിനേഷനിലാണ്. ഇവിടെയായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന ബാഡ്ജിങ്ങും കാണാനായിട്ട് സാധിക്കും. ആക്ച്വലി സ്മാർട്ട് ഹൈബ്രിഡിനെ പറ്റി
ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പലരും ഈ ഒരു ടെക്നോളജിയെ വളരെ തെറ്റിദ്ധാരണയോടുകൂടി കണ്ടുവരുന്നുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആ ഒരു പോർഷൻ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. നമ്മൾ ആക്ച്വലി ഷൂട്ടിന് വന്നപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് എല്ലാം തന്നെ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ബൂട്ട് സ്പേസ് തന്നെ ഉണ്ട് നമ്മുടെ ബ്രസ 22-ൻ്റെ. ആക്ച്വലി തൊട്ട് മുന്നേ വന്ന ബ്രസയിലും ഉള്ളത് അതേപോലെ തന്നെ ഹെൽത്തി ബൂട്ട് സ്പേസ് തന്നെ ആയിരുന്നു ഈ ഒരു ബ്രസയിലും മാരുതി നൽകിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ബൂട്ടിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഒരു പ്രീമിയം ഫീൽ നൽകുന്ന തരത്തിൽ സൈഡിലാണെങ്കിൽ പോലും ഒട്ടും തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ബോഡി പാനൽസ് കാണാത്ത തരത്തിൽ ഒരു ഫൈബർ മോൾഡിങ് നൽകിയിട്ടുണ്ട്. അത് വാഹനത്തിന് നല്ലൊരു പ്രീമിയം ഫീലാണ് നൽകുന്നത്. ഈവൻ ആ ഒരു സൈഡിൽ ഷോക്കിനൊക്കെ നമുക്ക് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു ക്യാപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു ലഗേജ് ഹൂക്ക് നൽകിയിട്ടുണ്ട്, ലഗേജ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങൾ, ഉരുണ്ടു പോകുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് വെക്കുന്നതിന് ഇവിടെ ചെറിയൊരു ബോക്സ് പോലെ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് രണ്ട് സൈഡിലും കാണാനായിട്ട് സാധിക്കും കേട്ടോ. സ്പെയർ വീൽ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഡ്രം വീലാണ് സ്പെയർ വീൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്പെയർ വീലിൻ്റെ സൈസ് വന്നിട്ട് 16 ഇഞ്ച് തന്നെയാണ്. 215 16 ഇഞ്ച് തന്നെയാണ് സ്പെയർ വീല് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വരുന്ന ഒരുവിധ വാഹനങ്ങളിൽ ആക്ച്വലി മെയിൻ വീല് 16 ആണെങ്കിൽ സ്പെയർ വീൽ അവിടെ 15 കൊടുക്കാറാണ് സാധാരണയായിട്ട്. ഇവിടെ 16 ഇഞ്ചിൻ്റെയാണ് മെയിൻ വീല്. അതേ സൈസിൽ തന്നെയാണ് സ്പെയർ വീല് നൽകിയിട്ടുള്ളത്. വ്യത്യാസമാകെ അലോയി അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലുള്ള കാഴ്ചകൾ കൂടി ഒന്ന് കാണാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ ആ ഒരു ആംറസ്റ്റിൻ്റെ പോർഷൻ ആക്ച്വലി റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ തന്നെ ഒരു ക്ലോത്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു കുഷനിങ് ഫീലും അവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ടച്ചോട് കൂടിയിട്ടാണ് ആ ഒരു ഡോർ പാഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ കൺട്രോൾസ് ആയിട്ട് നമുക്ക് ആക്ച്വലി മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മിറർ ഫോൾഡിംഗ് ബട്ടൺ ഉണ്ട്, ലോക്ക് ആൻഡ് അൺലോക്ക്, പവർ വിൻഡോ ലോക്ക് ചെയ്യുന്നതും അതുപോലെ 4 പവർ വിൻഡോ ബട്ടൺസുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡോറിൽ തന്നെ ഒരു ട്വീറ്റർ നൽകിയിട്ടുണ്ട്, ഒരു സ്പീക്കർ നൽകിയിട്ടുണ്ട്. ആക്ച്വലി 4 സ്പീക്കറും 2 ട്വീറ്ററും എന്നുള്ള രീതിയിലാണ് മാരുതി സുസുക്കി ബ്രെസയുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സൈഡിൽ കുറച്ച് കൺട്രോൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ ഇത് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചാണ്. ആക്ച്വലി സാധാരണ ഫോഗ് ലാമ്പ്സ് ഒക്കെ വാഹനങ്ങളിൽ ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ബട്ടണിനോടൊപ്പം തന്നെ വരുമ്പോൾ മാരുതി സുസുക്കിയിൽ ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ ആക്ച്വലി ഈ ഒരു പോർഷനിലാണ് ഫോഗ് ലാമ്പിൻ്റെ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്നതിനുള്ള ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ കൂടി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സീറ്റിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കാം. ഓവറോൾ ഒരു നല്ല പ്രീമിയം ഫീല് നൽകുന്ന തരത്തിലാണ് മാരുതി സുസുക്കി ബ്രെസയുടെ സീറ്റ്സ് ഡിസൈൻ എല്ലാം തന്നെ വരുന്നത്. ഈവൻ ആ ഒരു ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഒരു ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈൻ പോലും സുസുക്കി ഇത്തവണ നൽകിയിട്ടുള്ളത്. ഇത് ഒരു ലെതർ മെറ്റീരിയൽ അല്ല എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളായ ഒരു സീറ്റിംഗ് പോസ്റ്റർ നൽകുന്ന ഒരു സീറ്റ്സ് ആണ്. ആക്ച്വലി നല്ല കുഷനിങ് ഫീല് കിട്ടുന്ന സീറ്റ്സ് ആണ്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് നമുക്ക് മാരുതി സുസുക്കി ബ്രെസയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ ആക്ച്വലി വിനൈൽ ഫ്ലോറിങ്ങും 3D മാറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ കയറി ബാക്കി ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഫസ്റ്റ് ബ്രെസ വന്ന സമയത്ത് ആക്ച്വലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ആഡ് ഓൺ ആണ്. ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു പോർഷനിൽ നൽകിയിട്ടുണ്ട്. ഫ്യൂൽ ലിഡിൻ്റെയും ബോണറ്റിൻ്റെയും അടുത്തടുത്തായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ വാഹനങ്ങളിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് നമ്മൾ കാല് വെക്കുന്ന ഭാഗത്ത് സീറ്റിൻ്റെ താഴെയായിട്ട് ഈ ഒരു പോർഷനിലായിരിക്കും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ പ്രൊവൈഡ് ചെയ്യുക. അത് മാറ്റി ആക്ച്വലി ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല വയറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഇത് ആക്സസ് ചെയ്യുന്നതിന് ഉപകാരപ്പെടും. സ്പീഡോമീറ്ററിൻ്റെ ആ ഒരു ഓവറോൾ കൺസോളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാരുതി സുസുക്കി ബ്രെസയുടെ സ്പീഡോമീറ്റർ എല്ലാം തന്നെ കാണുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഡീറ്റെയിൽസും തന്നെ നമുക്ക് ആ ഒരു സ്പീഡോമീറ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊരു ബാഡ്ജിങ്ങും കാണാൻ സാധിക്കും. ഇപ്പോൾ സെൻറ്ററിലുള്ള മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു വർക്കിംഗ് ആണ്. ആക്ച്വലി ഈ വാഹനത്തിന് 2 ബാറ്ററി പാക്കാണ് വരുന്നത്. നമ്മുടെ നോർമൽ ഇഗ്നിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഒരു ബാറ്ററി സാധാരണ വാഹനങ്ങളിൽ വരുന്ന പോലെ തന്നെ വരുന്നുണ്ട്. അതിന് പുറമെ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിന് വേണ്ടി ഒരു അഡീഷണൽ ബാറ്ററി പാക്ക് കൂടി ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നിട്ട് നമ്മുടെ ബാക്ക് സീറ്റിന് അടുത്തായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പുറമേ ഇത് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ ഉപയോഗം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടുന്ന സമയത്ത് തന്നെ എപ്പോഴാണ് ടോർക്ക് അഡീഷണലായിട്ട് ആവശ്യം എന്നുള്ളത് ആ സമയത്ത് വാഹനത്തിന്റെ എഞ്ചിനെ നമ്മുടെ ബാറ്ററി പാക്കിന്റെ സഹായത്തോടു കൂടി അഡീഷണൽ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുകയും എഞ്ചിന് സ്ട്രെസ് ഫ്രീ ആയിട്ട് തന്നെ മൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നമുക്ക് ഇന്ധനം ലാഭിക്കുകയും ചെയ്യാം, മൈലേജ് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്നോളജിയാണ് യഥാർത്ഥത്തിൽ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി. വാഹനത്തിന്റെ ഓവറോൾ പവർ റേഷ്യോ നോക്കുന്ന സമയത്ത് 42% പവർ ആ സമയത്ത് ബാറ്ററിയിൽ നിന്നായിരിക്കും.
ഈ ഒരു വാഹനം എടുക്കുന്നത്. അതുകൊണ്ടാണ് മാരുതിയുടെ സ്മാർട്ട് ഹൈബ്രിഡ് വാഹനങ്ങൾക്കെല്ലാം തന്നെ ഇത്രയും നല്ലൊരു ഡീസൻറ്റ് ഫിഗർ മൈലേജ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലോട്ട് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം എല്ലാ കൺട്രോൾ യൂണിറ്റും നമുക്ക് കാണാൻ പറ്റും. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ യൂണിറ്റ് എല്ലാം ഈ ഒരു സൈഡിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വോയിസ് കമാൻഡിങ്ങും അതുപോലെ കോൾ ആൻസർ ആൻഡ് ക്യാൻസൽ ബട്ടൺ എല്ലാം തന്നെ ഇവിടെ താഴെയായിട്ടാണ് പ്രൊവൈഡ് ചെയ്തത്. അത് ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു യൂണിറ്റിനോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങളിൽ കാണുന്ന പോലെ നൽകാമായിരുന്നു എന്ന് തോന്നി. ബാക്ക് സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് റിയർ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും. ആക്ച്വലി റിയർ വൈപ്പറും ഫ്രണ്ട് വൈപ്പറും എല്ലാം തന്നെ ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. റൈറ്റ് സൈഡിലെ കൺട്രോൾസ് എല്ലാം തന്നെ നമ്മൾ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ യൂണിറ്റുകളായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, മ്യൂസിക് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഒരു ഫ്ലോട്ടിംഗ് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഡിസൈനിലാണ് മാരുതി സുസുക്കിയുടെ ബ്രെസയിൽ ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഏറ്റവും പുതിയ നെക്സയുടെ ബലീനോയിലും ഇതേ ഒരു പാറ്റേണിലാണ് മ്യൂസിക് സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ഓട്ടോമാറ്റിക് AC-യുടെ കൺട്രോൾ മോഡ്യൂൾസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 8 ഇഞ്ച് വരുന്ന ഒരു കളർ ഡിസ്പ്ലേ ആണ്. ആക്ച്വലി അത്യാവശ്യം നല്ല ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതിൽ നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ആവറേജ് മൈലേജിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ മ്യൂസിക് ഏതാണോ പ്ലേ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും. താഴെയായിട്ട് നമുക്ക് ഫേവറേറ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാൾപേപ്പർ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുപോലെ ബ്ലൂടൂത്ത് വെച്ച് നമ്മൾ ഏതെങ്കിലും ഡിവൈസ് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും സ്മാർട്ട് ഫോൺ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ദെൻ ഇത് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇതിൻ്റെ വാൾപേപ്പറായിട്ട് നമ്മൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു വാൾപേപ്പറും വന്ന് നിൽക്കുന്ന രീതിയിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ആക്ച്വലി ഇതിൻ്റെ വാൾപേപ്പർ എങ്ങനെയാണ് മാറ്റുന്നത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറിയാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് കാണാൻ സാധിക്കും. അതിന് മെയിനിലായിട്ട് നോക്കുന്ന സമയത്ത് ഒരു ഡേ നൈറ്റ് മിറർ ഉണ്ട്. പക്ഷേ ഇത് ആക്ച്വലി മാനുവൽ മിററാണ്, ഇലക്ട്രിക് മിറർ അല്ല. അത് മാറ്റാമായിരുന്നു എന്ന് തോന്നി. കാരണം ഇന്ന് കോമ്പറ്റീറ്ററായി വരുന്ന മറ്റു വാഹനങ്ങളിലൊക്കെ തന്നെ ഡേ നൈറ്റ് മിറർ ഇലക്ട്രിക് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിന് മേളിലായിട്ട് നമുക്ക് റൂഫ് ലാംപ്സ് കാണാനായിട്ട് സാധിക്കും. അത് LED അല്ല, ഹാലജൻ ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മുടെ സൺറൂഫിൻ്റെ ബട്ടൺ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മാരുതി സുസുക്കിയിൽ ആദ്യമായി സൺറൂഫ് കൊണ്ടുവന്ന വാഹനമാണ് സുസുക്കി ബ്രെസ 2022. ഒരു മൂൺ റൂഫ് എന്നുള്ള രീതിയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് 85% ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഈ ഒരു ബട്ടൺ നമ്മൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് സൺറൂഫ് പിന്നിലോട്ട് ഓപ്പൺ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അതൊന്ന് ക്ലോസ് ചെയ്തേക്കാം അല്ലേ. ബാക്ക് സീറ്റ് കയറിയ പാടെ എനിക്ക് ഇഷ്ടപ്പെട്ട ആദ്യത്തെ ഒരു കാര്യം ഇതാണ് കേട്ടോ. നമുക്ക് ലഗേജ് എന്തെങ്കിലും ചെറിയ ലഗേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഹൂക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലേസ് അവിടെ നൽകിയിട്ടുണ്ട്. അത് ആക്ച്വലി വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. ആക്ച്വലി മാരുതി സുസുക്കി ഇത്തവണ പ്രാക്ടിക്കാലിറ്റിയിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ കാണുന്ന ഹൂക്സ് എല്ലാം തന്നെ. ഇതുപോലെ ഒരെണ്ണം നമ്മൾ ബൂട്ട് സ്പേസിലും കണ്ടിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് നമ്മൾ വീട്ടിലേക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ സീറ്റ്സിലൊക്കെ വെച്ചിട്ട് വരാറാണ് പതിവ്. എന്നാൽ അത് ഉപേക്ഷിച്ച് നമുക്ക് ഈ ഒരു ഹുക്ക് ഉപയോഗിച്ച് ഈസി ആയിട്ട് തന്നെ ഈ ലഗേജസ് എല്ലാം തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അത്യാവശ്യം നല്ല ലെഗ് റൂം ഈ വാഹനത്തിനുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുമ്പോൾ എൻ്റെ കാൽമുട്ട് ആക്ച്വലി സീറ്റിൽ തട്ടി നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഫ്രണ്ട് സീറ്റ് മാക്സിമം ബാക്കിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഒരു ഐഡിയൽ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു സീറ്റ് ഇട്ടിരിക്കുന്ന പൊസിഷനാണ്. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം എത്രമാത്രമാണ് ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നതാണ്. സോ ആവറേജ് ഒരു 6 ഫീറ്റ് ഉയരമുള്ള ആൾ ബാക്ക് സീറ്റിൽ ഇരുന്നാലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടാവില്ല. താഴെയായിട്ട് നമുക്ക് AC വെൻസ് കാണാനായിട്ട് സാധിക്കും. അതിനും താഴെയായിട്ട് നമുക്ക് ഒരു ചാർജിങ് പോയിന്റ് കാണാൻ പറ്റും. ഇത് USB ചാർജർ അല്ല, അഡാപ്റ്റർ ചാർജറാണ് നൽകിയിട്ടുള്ളത്. വാഹനത്തിൻ്റെ ബാക്കിലും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു ആഡ് ഓൺ ആയിട്ട് ഫീൽ ചെയ്തു. സാധാരണ വാഹനങ്ങളിൽ അഡ്ജസ്റ്റബിൾ അല്ലാണ്ട് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും നല്ലൊരു ആഡ് ഓൺ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇത്രയാണ് മാരുതി സുസുക്കി ബ്രെസ 2022-ൻ്റെ ബാക്ക് സൈഡ് ഡിസൈൻ വിശേഷങ്ങൾ. ആക്ച്വലി ഒരു മോട്ടോ ഡ്രിവൺ പവർ സ്റ്റിയറിംഗിന്റെ വർക്കിംഗ് നല്ല എഫക്റ്റീവ് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അത്രയ്ക്ക് ലൈറ്റ് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പീഡോമീറ്ററിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല ആ ഒരു റീഡിങ്സ് എല്ലാം തന്നെ ഈവൻ നല്ല സൺലൈറ്റ് ഉള്ള സമയമാണെങ്കിൽ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. കാരണം സാധാരണ ഒരു അനലോഗ് രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ കോമ്പറ്റീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ സ്പീഡോമീറ്റർ ഒക്കെ നൽകിയപ്പോൾ മാരുതി സുസുക്കി ഇപ്പോഴും ആ ഒരു അനലോഗ് മീറ്ററിനെ തന്നെ നിലനിർത്തുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഒരു അനലോഗ് മീറ്ററിന്റെ ഹാർഡ് കോർ ഫാനാണ്. എനിക്ക് പൊതുവേ ആ ഒരു റീഡിങ് ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, മേ ബി ഇന്നൊരു ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു ഡിസൈനിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെ ആയിരിക്കാം. നമ്മളുടെ തൊട്ട് മുമ്പത്തെ ഫേസ് ലിഫ്റ്റിൽ വന്നതുപോലെ തന്നെ 1.5 ലിറ്ററിന്റെ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് മാരുതി സുസുക്കി ബ്രെസ 2022-ലും ഉപയോഗിക്കുന്നത്. ആ ഒരു സെയിം മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി കൂടി ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത് ട്രാഫിക് സിഗ്നലിലൊക്കെ വാഹനം നിൽക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആക്കാനും അത് കഴിഞ്ഞ് വണ്ടി എടുക്കണമെന്ന് തോന്നുമ്പോൾ സ്റ്റാർട്ട് ആക്കാനും സഹായിക്കുന്ന ഒരു ടെക്നോളജി എന്നാണ്. ആക്ച്വലി ഇതെന്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു കേട്ടോ. നമുക്ക് തെറ്റ് സംഭവിച്ചത് തുറന്നു പറയണമല്ലോ.
ഈ ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയുടെ യഥാർത്ഥ ഉപയോഗം എന്ന് പറയുന്നത് എപ്പോഴാണോ വാഹനത്തിന് അഡീഷണൽ ആയ ടോർക്ക് ആവശ്യം ആ സമയത്ത് എഞ്ചിന് ബാറ്ററി പാക്കിൽ നിന്ന് അഡീഷണൽ പവർ എടുക്കുകയും വാഹനത്തിന് ആവശ്യമായ രീതിയിൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എഞ്ചിൻ അധികം സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നില്ല. അതിലൂടെ നമുക്ക് ഫ്യൂൽ കൺസംഷനും മാക്സിമം സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി വാഹനത്തിൽ അഡീഷണൽ ഒരു ബാറ്ററി കൂടി നൽകിയിട്ടുണ്ട്. അത് നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ആക്ച്വലി നല്ല രീതിയിൽ ശ്രമിച്ചു ആ ബാറ്ററി ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ, പക്ഷെ നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റത്തില്ല. ബാക്ക് സീറ്റിന്റെ താഴെയായിട്ടാണ് ആ ഒരു ബാറ്ററി പാക്ക് ഈ ഒരു വാഹനത്തിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലിക്ക് അത്യാവശ്യമായ രീതിയിൽ എല്ലാ തരത്തിലും മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ എഞ്ചിനെ കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. ആ ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ, പിന്നെ പൊതുവെ മാരുതിയുടെ പെട്രോൾ എഞ്ചിനും കൂടി ആയതുകൊണ്ട് എടുത്തു പറയേണ്ട ഒന്നുണ്ട് NVH ലെവൽ. എഞ്ചിന്റെ സൗണ്ട് ഒരല്പം പോലും ക്യാബിനിലോട്ട് വരുന്നില്ല എന്നുള്ളത് ഈ ഒരു വാഹനത്തിന്റെ അല്ല, പൊതുവെ മാരുതിയുടെ പെട്രോൾ വാഹനങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു സവിശേഷതയുണ്ട്. അതിവിടെയും മാരുതി സുസുക്കി അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹാൻഡിലിംഗിന്റെ കാര്യം നോക്കിയാലും അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലാണ് വാഹനത്തിന്റെ ഡിസൈൻ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈവൻ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിലാണെങ്കിൽ പോലും നമുക്ക് വാഹനത്തിന്റെ ബാലൻസ് ഒന്നും നഷ്ടപ്പെടുന്ന ഒരു ഫീൽ ഒന്നും വന്നിട്ടില്ല. ഈവൻ വാഗണറൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ബോഡി റോളിംഗ് ഒക്കെ ഫീൽ ചെയ്യും. അത്തരത്തിലുള്ള യാതൊരു നെഗറ്റീവ് ഫീലിംഗ്സും ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. സസ്പെൻഷൻ സെറ്റപ്പിന്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിലും ഇപ്പൊ നമ്മൾ ആക്ച്വലി ഓടിക്കൊണ്ടിരിക്കുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹൈവേ ആണ്. കോൺക്രീറ്റ് ആണ് ആക്ച്വലി ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ചെറിയ രീതിയിൽ ബംസ് ഒക്കെ തന്നെ ഈ റോഡിലുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ നമ്മുടെ ഒരു സസ്പെൻഷൻ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാത്ത തരത്തിലോട്ട് ആ ഒരു സസ്പെൻഷൻ ഈ ഒരു വാഹനത്തിന്റെ ഡ്രൈവിനെ കംഫർട്ടബിൾ ആക്കി മാറ്റുന്നുണ്ട്. ഓവറോൾ റൈഡിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഫാമിലി പർപ്പസിന് നമുക്ക് ധൈര്യമായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് മാരുതി സുസുക്കി ബ്രെസ 2022. പിന്നെ പൊതുവെ പെട്രോൾ വാഹനങ്ങൾക്കൊക്കെ ക്ലച്ച് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിരിക്കും. ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നിന്നും കിട്ടുന്നത്. നമുക്ക് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തൊന്നും ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ക്ലച്ച് ഉപയോഗിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ ബ്രെസയുടെ തന്നെ ഓട്ടോമാറ്റിക് വേർഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്ന സമയത്ത് വരെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ യൂണിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജിനും കുറച്ചുകൂടി നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് കൂടി മൂവ് ചെയ്യാവുന്നതാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ മാരുതി സുസുക്കി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു വാഹനത്തിന്റെ ഫുൾ ഓപ്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 6 എയർ ബാഗ് വരുന്നുണ്ട്, ഹിൽ അസിസ്റ്റ് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ 20ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് സുസുക്കി ബ്രെസ 2022 മാരുതി നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ ഇന്ന് കോമ്പറ്റീറ്റേഴ്സിലൊക്കെ കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ് കണക്റ്റഡ് കാർ ഫീച്ചർ. ആക്ച്വലി കണക്റ്റഡ് കാർ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ബ്രെസയിലും അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് ബ്രെസയിൽ മാത്രമല്ല കേട്ടോ, മാരുതി സുസുക്കിയുടെ ഒരുവിധം എല്ലാ വാഹനങ്ങളിലും തന്നെ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ സുസുക്കി കണക്ട് എന്ന ആ ഒരു കണക്റ്റഡ് കാർ ടെക്നോളജി നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ആക്സസറീസ് ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, മാനുഫാക്ചർ ഇൻബിൽറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ മോഡൽസിൽ അത് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ കസ്റ്റമറിന് എന്താണോ ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് വാഹനങ്ങളെ നിർമ്മിക്കുന്ന രീതിയിലേക്ക് മാരുതി സുസുക്കി കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് ബ്രെസ 2022. എസ്പെഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു ഉപയോഗമാണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വാഹനം ഓടിച്ചു നോക്കാം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാഹനത്തിനെ കൺസിഡർ ചെയ്യുക. ഈ വാഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ഡീറ്റെയിൽസും തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് കമന്റ് ആയി രേഖപ്പെടുത്തുക. സോ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ ആൻഡ് ദിസ് ഈസ് ആൻ സൈനിങ് ഓഫ്. ബൈ ബൈ.